നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഫെബ്രുവരി 7 മുതൽ 14 വരെ നടക്കും. സപ്താഹ സമർപ്പണത്തിൽ എല്ലാ ദിവസവും പ്രത്യേക പൂജയും വഴിപാടുകളും ഉണ്ടാകും. രേവതി അശ്വതി ഭരണി നാളുകളിൽ കലംകരിക്കൽ വഴിപാടിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും അശ്വതി ഭരണി മഹോത്സവവും ഫെബ്രുവരി 7 മുതൽ ആരംഭിക്കും. പ്രാരംഭ ദിനത്തിൽ വൈകിട്ട് 5 മണിക്ക് സപ്താഹ മണ്ഡപ സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം തന്ത്രി മേൽശാന്തി ഡോക്ടർ രാമചന്ദ്ര അടിക ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. സപ്താഹ മണ്ഡപത്തിൽ യജ്ഞാചാര്യൻ ഭാഗവതരത്നം ആലപ്പുഴ മുരളീധരൻ ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തും. ഫെബ്രുവരി 7 മുതൽ 14 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ സമർപ്പണത്തിൽ എല്ലാ ദിവസവും പ്രത്യേക പൂജയും വഴിപാടുകളും ഉണ്ടാകും. ഭാഗ്യസൂക്തം, ശത്രു സംഹാര പുഷ്പാഞ്ജലി, മംഗല്യസൂക്തം, സ്വയംവര അർച്ചന, ഐക്യമത്യ സൂക്തം, പുരുഷ സൂക്തം, ബാലഗോപാലർച്ചന എന്നിങ്ങനെ പ്രധാന വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പുരാതനവും പൗരാണികവുമായ തങ്കളം ക്ഷേത്രത്തിൽ അശ്വതി ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങൾ പൊതുസമൂഹം എന്ന് പറഞ്ഞ പോലെ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകളും മറ്റും കഴിക്കുന്നത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല, എല്ലാവരും അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കുറേ കാര്യങ്ങളിൽ വന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആ ക്ഷേത്രം പ്രാപ്തരാക്കണം എന്നാണ് നിർദ്ദേശങ്ങളുള്ളത്. രേവതി അശ്വതി ഭരണി നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ കലങ്കരിക്കൽ വഴിപാട്, കുത്തുവിളക്ക്, താലപ്പൊലി ഘോഷയാത്ര, കളമെഴുത്തും പാട്ടും, കലാപരിപാടികൾ, തിരുവാതിര, ഭരണിയൂട്ട്, മുടിയേറ്റ്, കാർത്തിക വിളക്ക്, വടക്കൻ വാതുക്കൽ, വലിയ ഗുരുതി എന്നിവയും ഉണ്ടാകും. കൺവീനർ VR സുഗതൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് അനിൽകുമാർ MK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവകർവാൽ നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തുടർന്ന് അശ്വതി ഭരണി മഹോത്സവവും ഈ വർഷം വളരെ പൂർവാധിക ഭംഗിയായി നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് 2024 ഫെബ്രുവരി മാസം 7 നമ്മുടെ തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സംഭാവന തന്നുകൊണ്ട് ഒരു സപ്താഹ മണ്ഡപം 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ സപ്താഹ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് നമ്മുടെ ബ്രഹ്മശ്രീ ക്ഷേത്രം തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയും മുഖ്യ സാന്നിധ്യം നിർവഹിച്ചുകൊണ്ട് തങ്കളത്തമ്മയുടെ മണ്ണിലേക്ക് മൂകാംബിക തന്ത്രിയും മേൽശാന്തിയുമായ ഡോക്ടർ രാമകൃഷ്ണ അടിക നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൻ്റെ ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന നാളെ വൈകിട്ട് 5 മണിക്ക് ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡപം ക്ഷേത്ര സമിതികൾക്ക് സമർപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി വർഷങ്ങൾ മുമ്പ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള സേവാ പ്രവർത്തനത്തിൽ വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്ന പ്രവർത്തകർക്കും അവർക്ക് ആവശ്യമായി വരുന്ന പെൻഷൻ പദ്ധതികളും ആവിഷ്കരിച്ചു. 2ാം ഘട്ടം ചികിത്സാ സഹായ നിധിയും നമുക്ക് തങ്കളം സമിതിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. മീഡിയ 60 കോതമംഗലം.